കരിയർ പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പ്രൊഫഷനും ഉണ്ടാക്കുന്നത് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിൽ നിന്നാണ് അല്ലേ? ഒരു ടീച്ചറാണ് ഒരു കുട്ടിയെ ഡോക്ടറാക്കുന്നതും എൻജിനീയർ ആക്കുന്നതും പൈലറ്റ് ആക്കുന്നതും. ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു ടീച്ചർക്ക് റോളുണ്ട്. അപ്പോൾ ഈ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷന് അതിൻ്റേതായ ഒരു മാഹാത്മ്യമുണ്ട്. അപ്പോൾ ഈ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു എൻട്രൻസ് എക്സാമിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ചെറിയ കുട്ടികളോട് ചോദിക്കും എന്താവണമെന്നാണ് ആഗ്രഹമെന്ന്. അപ്പോൾ അവർ മിക്ക കുട്ടികളും പറയുന്ന രണ്ട് പ്രൊഫഷൻ, ഒന്ന് ഡോക്ടർ അല്ലെങ്കിൽ ടീച്ചർ എന്നാണ്. അതിൻ്റെ കാരണം ഈ കുട്ടികൾ കൂടുതലും ഇൻട്രാക്ട് ചെയ്യുന്നത് ഈ രണ്ട് പ്രൊഫഷനിലുള്ള ആൾക്കാരുമായിട്ടാണ്. അതായത് അവർ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സിനെ കാണുന്നു, അവരോട് നല്ല രീതിയിൽ പെരുമാറുമ്പോൾ അവർക്ക് ആ പ്രൊഫഷന് ഇഷ്ടം തോന്നുന്നു. അപ്പോൾ അവർ പറയും എനിക്ക് എൻ്റെ ടീച്ചറിനെ പോലെ ഒരു ടീച്ചറാവണം എന്ന്. അതുപോലെ കുട്ടികൾ എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അവരത് കാണുമ്പോൾ അവർ പറയും എനിക്ക് ആ ഡോക്ടറിനെ പോലെ ആവണം, എനിക്ക് ഡോക്ടർ ആവണം എന്ന് പറയും. സോ നമുക്ക് കിട്ടുന്ന എക്സ്പോഷറിനനുസരിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് കരിയർ ചൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ ചില കുട്ടികൾ ചെറുതിലേ പറയുന്നുണ്ടെങ്കിലും വളർന്നു കഴിഞ്ഞാലും ആ പ്രൊഫഷനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം അല്ലെങ്കിൽ അതിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. അതിൽ ചില കുട്ടികൾ മോണ്ടിസോറി ടീച്ചർ ആവണം, അതായത് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ ആവണം എന്ന് പറയാറുണ്ട്. ചില കുട്ടികൾ പറയും എനിക്ക് സ്കൂൾ ലെവലിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ആയാൽ മതി എന്ന്. ചിലർ പറയും ഹയർ സെക്കൻഡറി ലെവലിൽ പഠിപ്പിക്കണം. ചില ആൾക്കാർ പറയാറുണ്ട് എനിക്ക് കോളേജിൽ പ്രൊഫസറായിട്ട് ഇരിക്കാനാണ് താല്പര്യം. അതും ചില ആൾക്കാർക്ക് സ്പെസിഫിക്കേഷൻ ഉണ്ടാകും, എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആവണം, ചില ആൾക്കാർക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ചിലർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള കോളേജസിൽ എവിടെയെങ്കിലും എനിക്ക് ജോലി കിട്ടണം എന്നുണ്ടാവും. പിന്നെ ചില ആൾക്കാർ PhD അങ്ങനെ പോകണം എന്ന് താല്പര്യം ഉണ്ടാവും അല്ലേ? അപ്പം ഇങ്ങനെ +2 കഴിഞ്ഞിട്ട് ഈ ഒരു ടീച്ചിങ് മേഖലയിലേക്ക് പോകണമെങ്കിൽ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഡിഗ്രി പഠിക്കും അല്ലേ? അതിനി BSc ആവാം, BA ആവാം, BCom ആവാം, ഏതാണെങ്കിലും ഏത് സബ്ജക്റ്റാണോ താല്പര്യം ആ സബ്ജക്റ്റ് എടുത്ത് നമ്മൾ ആദ്യം ഗ്രാജുവേഷൻ ചെയ്യും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? B.Edന് പോകും അല്ലേ? അപ്പോൾ B.Ed കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ഈ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വരുന്നത്. ഇനി മോണ്ടിസോറി ടീച്ചർ ആവണം എന്നാണെങ്കിൽ +2 കഴിഞ്ഞ ഉടനെ തന്നെ ഈ പറയുന്ന 6 months പ്രോഗ്രാമുണ്ട്, 1 year പ്രോഗ്രാമുണ്ട്, നമുക്ക് അങ്ങനെ പോകാവുന്നതാണ്. ഇനി അതല്ല, ഇനി കോളേജ് ലെവലിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ചില ആൾക്കാർ PhD ഒക്കെ കഴിഞ്ഞ് UGC നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ലെവലിലാണ് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകുന്നത്. അപ്പോൾ +2 കഴിഞ്ഞൊരു കുട്ടിക്ക് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകാനായിട്ടൊരു എളുപ്പ വഴിയുണ്ട്. ആ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുണ്ട്, ITEP എന്നാണ് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നാണ്. ഇതൊരു ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ്. നമ്മൾ സാധാരണ കാണുന്ന 3 year പ്രോഗ്രാമാണ് അല്ലേ? പക്ഷേ ഇത് 4 വർഷമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാജുവേഷൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ B.Edഉം പഠിക്കുകയാണ്. അതായത് ഗ്രാജുവേഷൻ കഴിഞ്ഞ് B.Ed അല്ല, ഗ്രാജുവേഷൻ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ മുതൽ തന്നെ നമ്മൾ B.Edൻ്റെ സബ്ജക്റ്റുകളും പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ 4 വർഷം കൊണ്ട് നമ്മൾ B.Edഉം ഗ്രാജുവേഷനും കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ ആ ഗ്രാജുവേഷനിലെ സബ്ജക്റ്റുകൾ പഠിച്ച് മനസ്സിലാക്കുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് എന്താണ് ടീച്ചിങ് പ്രൊഫഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ത്രൂ B.Ed. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം എന്താണ് ടീച്ചിങ് മെത്തഡോളജി എന്ന് അതിൻ്റെ ഒപ്പം പഠിച്ചു പോകുമ്പോൾ അതിന് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നമ്മളുടെ മനസ്സ് +2 കഴിഞ്ഞ് നമ്മളൊരു കോഴ്സ് എടുക്കുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡ് ഒരു ടീച്ചറിൻ്റെ മൈൻഡായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നതും നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ആ ഒരു രീതിയിലേക്ക് മാറുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 4 വർഷം കൊണ്ട് നല്ലൊരു ടീച്ചർ ആവാനായിട്ടുള്ള ഒരു സാധ്യത നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രോഗ്രാം ഓൾ ഓവർ ഇന്ത്യ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഒരു എൻട്രൻസിൻ്റെ പേരാണ് NCET എന്ന് പറയുന്നത്. NCET എന്ന് പറഞ്ഞാൽ നാഷണൽ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ എന്നാണ്. ഈ പറയുന്ന എൻട്രൻസ് എക്സാമിനേഷന് 45% മാർക്കാണ് +2ന് വേണ്ടത്. ഇത് ഓപ്പൺ ടു ഓൾ ആണ്. എനി സ്ട്രീം, അതായത് നിങ്ങൾക്കിപ്പോൾ സയൻസ് കഴിഞ്ഞാൽ BSc എടുക്കണമെങ്കിലും ഈ എൻട്രൻസ് എക്സാം എഴുതാം, BSc B.Ed. ഇനി BCom B.Ed ആണെങ്കിലും ഈ എക്സാമാണ്, BA B.Ed ആണെങ്കിലും ഈ എൻട്രൻസ് എക്സാമിനേഷനാണ്
എഴുതേണ്ടത്. ഒരുപാട് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയേണ്ടത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. നമ്മൾക്ക് എല്ലാവർക്കും താല്പര്യം അതായിരിക്കുമല്ലോ, നമ്മളുടെ നാട്ടിലുണ്ടോ, ഇങ്ങനെ പഠിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുന്നത് കാസർഗോഡാണ്. അവിടെ ഈ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുണ്ട്. BSc B.Ed, BCom B.Ed, BA B.Ed ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ പിന്നിലെ ഒരിത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റം വരികയാണ് അല്ലേ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ടീച്ചേഴ്സ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ അങ്ങനെ ഒരു ടീച്ചറാക്കി മാറ്റാനാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് റിസർച്ച് നടത്തിയാണ് ഇതിൻ്റെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് എമിനൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസും ഒരുപാട് കമ്മിറ്റീസും ഡിസ്കസ് ചെയ്തിട്ടാണ് ഇത് എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ബെനിഫിറ്റഡ് ആവുന്നത് എന്ന് മനസ്സിലാക്കി കറക്റ്റായിട്ട് ഈ 4 വർഷവും 8 സെമസ്റ്ററുകളിലായിട്ട് സബ്ജക്റ്റുകളെ തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ സെമസ്റ്ററുകളിലും ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ +2 കഴിഞ്ഞിട്ട് ടീച്ചർ ആവണം എന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്. എളുപ്പ വഴി മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമുള്ള രീതിയിലുള്ള ഒരു ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സാണ് ഈ പറയുന്ന ITEP എന്ന് പറയുന്നത്. ഇനി ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇപ്പോൾ പുറത്തോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ MA ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എഡ്യൂക്കേഷൻ. അപ്പോൾ അത് പുറത്തെ യൂണിവേഴ്സിറ്റിയിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ഇവിടെയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പുറത്തെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ചെയ്തിട്ട് അവിടെയും ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി ഇവിടെയാണെങ്കിലും നമ്മൾ ഈ കോഴ്സ് ചെയ്തിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലും എല്ലാ സ്റ്റേറ്റിൻ്റെ മിനിസ്ട്രിയിലും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ടീച്ചർ മാത്രമല്ല, ടീച്ചിങ് ഫാക്കൽറ്റീസ് ഈ പറയുന്ന കണ്ടൻറ് ക്രിയേഷനിലും നമ്മൾ കാണുന്ന പഠിക്കാനുള്ള ബുക്കുകളിലെല്ലാം ഒരുപാട് ടീച്ചേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പം ആ മേഖലകളിലുമൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഇപ്പോൾ പുറത്തെ കൺട്രിയിലേക്ക് പല ആൾക്കാരും പോകുന്ന ഒന്നുകിൽ ഈ പറയുന്ന നഴ്സിങ്ങുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പണ്ട് കാലഘട്ടം നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് ആൾക്കാർ പോകാറുണ്ട്. അപ്പം ഈ പറയുന്ന ടീച്ചിങ് പ്രൊഫഷനിലേക്ക് നമ്മുടെ നാട്ടിലും പുറത്തുമൊക്കെ സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഈ ITEP എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രൊഫഷനിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. സോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പ്രിഫർ ചെയ്യാം. ഇതുകൂടാതെ വേറെയും സെൻട്രൽ യൂണിവേഴ്സിറ്റി ലൈക്ക് തമിഴ്നാട്, കർണാടക ഇവിടെയൊക്കെ ഈ പറയുന്ന കോഴ്സസ് ഉണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് കുട്ടികളെ അവിടെ ജോയിൻ ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇനി ഈ പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ എങ്ങനെയാണ് അറിയുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സാം നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വരുന്നത്. NTA.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. സോ NTA വെബ്സൈറ്റിൽ നോക്കി ഇതിന് അപ്ലൈ ചെയ്യുക. നോർമലി അപ്ലൈ ചെയ്യേണ്ടത് ഫെബ്രുവരി മാർച്ച് മന്തിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഏപ്രിൽ ലാസ്റ്റ് ആവുമ്പോഴാണ് എക്സാം വരുന്നത്. സോ കുട്ടികൾക്ക് എക്സാം കഴിഞ്ഞ് ബോർഡ് എക്സാം കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം കിട്ടുന്നതാണ്. സോ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ +2 പഠിക്കുന്ന സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ജനറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട്. അതിൽ കുറച്ച് ജനറൽ നോളേജും കറണ്ട് അഫയേഴ്സും അരിത്തമെറ്റിക്കൽ എബിലിറ്റിയും ലോജിക്കൽ റീസണിങ്ങും എല്ലാം കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കാറുണ്ട്. ഇതുകൂടാതെ ബാക്കിയുള്ള ബാക്കി കോമൺ എക്സാമിൽ നിന്ന് വ്യത്യസ്തമായൊരു പേപ്പർ ഇതിലുണ്ട്. ദാറ്റ് ഇസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ചെറിയ ഒരു ഏരിയയും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ആ ടീച്ചിങ്ങിൽ ഒരു അഭിരുചി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ NTA വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, സിലബസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക, അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ പറയുന്ന എക്സാമിനേഷൻ ഒരു 100 to 120 ഡേയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. +2നും അതിനനുസരിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും.